ടൈറ്റാനിക് അല്ല യഥാർത്ഥത്തിൽ മുങ്ങിയതെന്നും മറിച്ച് ഒളിമ്പിക്സ് എന്ന മറ്റൊരു കപ്പലായിരുന്നു അതെന്നുമാണ് പ്രചരിച്ച മറ്റൊരു കഥ. ടൈറ്റാനിക് പുറത്തിറങ്ങുന്നതിന് 1 വർഷം മുൻപ് വൈറ്റ് സ്റ്റാർ കമ്പനി കടലിലിറക്കിയ ഒളിമ്പിക് എന്ന കപ്പൽ അക്ഷരാർത്ഥത്തിൽ ടൈറ്റാനിക്കിന്റെ ഇരട്ട തന്നെയായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഇരു കപ്പലുകളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനാകുമായിരുന്നില്ല. 1911 കടലിലിറക്കിയ ഒളിമ്പിക്കിന് യാത്രക്കിടയിലുണ്ടായ 2 വലിയ അപകടങ്ങൾ തിരിച്ചടിയായി. അപകടത്തിൽ വൈറ്റ് സ്റ്റാർ കമ്പനിക്ക് ഇൻഷുറൻസ് ലഭിച്ചില്ല. ഒളിമ്പിക്കിന്റെ യന്ത്രത്തകരാറുകളായിരുന്നു അപകടത്തിന് കാരണമെന്ന് പറഞ്ഞായിരുന്നു ഇൻഷുറൻസ് നിഷേധിച്ചത്. അപകടത്തിൽ പെട്ടതും ഇൻഷുറൻസ് തുക നിഷേധിച്ചതും വൈറ്റ് സ്റ്റാർ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി വളരെ വഷളാക്കി. തുടർന്ന് ഇവർ മറ്റൊരു പദ്ധതിയിട്ടു. മുൻ നിശ്ചയിച്ച പ്രകാരം ടൈറ്റാനിക്കിനെ ഇറക്കാനും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാനും നടത്തിയ ഗൂഢാലോചനയാണ് കപ്പൽ അപകടമെന്നാണ് വാദം. ടൈറ്റാനിക്കിനെ ഒളിമ്പിക്കിന്റെ അതേ മാതൃകയിൽ നിർമ്മിക്കുക, കാര്യമായ ആയുസില്ലാത്ത ഒളിമ്പിക്കിനെ പുത്തൻ കപ്പലായ ടൈറ്റാനിക്കായി ലോകത്തിന് മുന്നിലെത്തിച്ച് ആദ്യ യാത്രയിൽ തന്നെ അപകടം സൃഷ്ടിക്കുക. ഈ അപകടത്തെ തുടർന്ന് ലഭിക്കുന്ന ഇൻഷുറൻസ് തുക ഉപയോഗിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാം. പുതിയതായി നിർമ്മിച്ച ടൈറ്റാനിക്കിനെ ഒളിമ്പിക്കിന്റെ രൂപത്തിൽ വീണ്ടും ഉപയോഗിക്കാം. ജീവനക്കാരടക്കം ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന 2224 പേരിൽ 1500 പേരും ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ കപ്പലിൽ ഉണ്ടായിരുന്നവരെ രക്ഷിക്കാമെന്നായിരുന്നു ധാരണ. അപകട സാധ്യത ഏറെയുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് കപ്പൽ തകരുകയും മുൻ നിശ്ചയിച്ച പ്രകാരം മറ്റു കപ്പലുകൾ വന്ന് രക്ഷിക്കുകയുമായിരുന്നു പദ്ധതി. എന്നാൽ ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ചപ്പോൾ രക്ഷിക്കാനെത്തേണ്ട കപ്പലുകൾ പ്രതീക്ഷിച്ചതിലും ദൂരെയായതും പ്രതീക്ഷിച്ചതിലും വലിയ ഇടിയിൽ ടൈറ്റാനിക്കിന് വലിയ നാശം സംഭവിച്ചതുമാണ് മരണസംഖ്യ ഇത്രയേറെ വർദ്ധിപ്പിച്ചത്. അപകടം നടക്കുന്നതിന് 1.25 മണിക്കൂർ മുൻപ് ടൈറ്റാനിക് ഇടിച്ച മഞ്ഞുമലയുടെ സ്ഥാനം കാലിഫോർണിയൻ എന്ന കപ്പൽ കൃത്യമായി കൈമാറിയിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പ് അവഗണിച്ച് വേഗത കൂട്ടുകയാണ് ടൈറ്റാനിക് ചെയ്തത്. ലോകം കണ്ട ഏറ്റവും വലിയ കപ്പൽ അപകടമായാണ് ടൈറ്റാനിക്കിനുണ്ടായ ദുരന്തത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരിക്കലും മുങ്ങാത്ത കപ്പലെന്ന വിശേഷണത്തോടെ നീറ്റിലിറങ്ങി ആദ്യ യാത്രയിൽ തന്നെ മുങ്ങിയ ടൈറ്റാനിക്കിന് ഇനിയും ഒഴിയുന്നില്ല ദുരൂഹതകൾ.